സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി അവർ പിഴച്ചവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിവിദൂരമല്ലാത്ത കാലഘട്ടത്തിൽ അവരുടെ വിഷലിപ്തമായ പിഴച്ച ആശയങ്ങൾ സമൂഹമധ്യത്തിൽ വെളിവാവുകയും അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. 965 തബ്ലീഗ് ജമാഅത്തിനെതിരെ സമസ്ത തീരുമാനമെടുത്തപ്പോഴും അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവർ പിഴച്ച കക്ഷികളാണെന്ന് അന്ന് പറഞ്ഞപ്പോ പലർക്കും സംശയം. കാരണം നീട്ടി വളർത്തിയ താടി, ചുണ്ടിൽ പുഞ്ചിരിയുമായി വശ്യമനോഹരമായ സംസാരവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആശയപ്രചാരണം നടത്തുന്ന ഇവരെ കുറിച്ച് മുബ്തദികളെന്നോ ഇവർ പിഴച്ചവരെന്നോ പറയാൻ പാടില്ല. സമസ്തയിൽ നിന്ന് ഒരു വിഭാഗം ഇറങ്ങിപ്പോകുന്ന സാഹചര്യം പോലും ഉണ്ടായി. പിന്നീട് അവരും പഠിച്ചു, അവരും തീരുമാനിച്ചു തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സമസ്ത എടുത്തത് ശരി തന്നെയാണെന്ന് പറഞ്ഞ് പിരിച്ചുവിടാൻ പോലും ആളില്ലാത്ത വിധം ആ സംഘടന ചരിത്രത്തിന്റെ ഭാഗമായതുപോലെ അന്ന് അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ വാദമൊന്നുമില്ല, അത് നിങ്ങൾ ഉത്തരേന്ത്യയിലെ ഉറുദു പുസ്തകങ്ങളിൽ നിന്ന് പറയുന്നതല്ലേ. എന്നാൽ ഇന്ന് കേരളത്തിൽ തബ്ലീഗ് ജമാഅത്തിന്റെ പേരിൽ ഇറക്കപ്പെടുന്ന മലയാളത്തിലുള്ള പുസ്തകങ്ങളിൽ ഇവിടെയുള്ള വഹാബി പ്രസ്ഥാനങ്ങൾ എന്തൊക്കെ ആശയങ്ങളാണോ പഠിപ്പിക്കുന്നത് അതിനു സമാനമായ ആശയങ്ങൾ തബ്ലീഗ് ജമാഅത്തിന്റെ മലയാള പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. 965 ഇത്തരം വിഷലിപ്തമായ ആശയങ്ങൾ ഇവിടെ പ്രകടമാകുന്നതിന്റെ മുമ്പ് തന്നെ ഇവരെ കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവർ പിഴച്ചവരാണെന്ന് പറഞ്ഞപ്പോ കാലങ്ങൾക്കു ശേഷം ഇന്ന് നമുക്ക് പകൽ വെളിച്ചം പോലെ തബ്ലീഗ് ജമാഅത്ത് പിഴച്ചതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉഖറവിയായ ഉലമാക്കൾ മുശാവറ കൂടി ചെറുവിട പഠനങ്ങൾക്ക് വിധേയമാക്കി ഒരാളെ കുറിച്ച് അങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ചരിത്രം കാലം ശരിവെക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അതിന് സമസ്തന്റെ മേലിൽ കുതിര കയറിയിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ ഓരോ കാലഘട്ടത്തിലെയും തലയെടുപ്പുള്ള മഹാന്മാരായ പണ്ഡിതന്മാരാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ, മുശാവറ അംഗങ്ങൾ. അവർ കൂടിയാലോചിച്ചൊരു തീരുമാനമെടുക്കുമ്പോ ആ തീരുമാനത്തെ മറ്റെന്തോ ദുഷ്ടലാക്കുകൾ മനസ്സിൽ വിചാരിച്ച് മറ്റെന്തോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതല്ലെങ്കിൽ ദുർവാശി തീർക്കാൻ വേണ്ടി സമൂഹ മധ്യത്തിൽ ഇത്തരം ആളുകൾ സ്വയം പരിഹാസ്യരാവുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാക്കുകൾ മൂത്തവരുടെ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോ ചിലപ്പോൾ എന്തിന് സമസ്ത അങ്ങനെ തീരുമാനമെടുത്തുമെന്നൊക്കെ തോന്നും. സമസ്ത എന്തിനാണ് ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നൊക്കെ തോന്നും. പക്ഷേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത് കാലം ശരിവെക്കുക തന്നെ ചെയ്യുമെന്ന് ഒരു നൂറ്റാണ്ടോളമുള്ള സമസ്തയുടെ ഇതപര്യന്തമുള്ള ചരിത്രങ്ങളെ പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കത് ബോധ്യപ്പെടുകയും നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ഇവിടെ സുന്നത്തു ജമാഅത്തിന്റെ പാരമ്പര്യം അത് മഹബ്ബത്തുള്ള, ആദരവുള്ള, മുൻഗാമികളോട് തഅളീമുള്ള ഒരു പാതയാണ്. അത് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ആദരിക്കുക, തഅളീം ചെയ്യുക എന്നത് നമ്മുടെ ഹൃദയത്തിന്റെ തഖ്വയാണ്. മഹാനായ ഖുദ്സിന്റെ നായകൻ സുൽത്താൻ സലാഹുദ്ദീനുൽ അയ്യൂബി റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പരിശുദ്ധ ഇസ്ലാമിന്റെ ധ്വജം പിടിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിനു നേരെ ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ, ക്രൂസൈഡ് വാർ എന്ന പേരിൽ അറിയപ്പെട്ട, കുരിശുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ട ദീർഘകാലം നീണ്ടുനിന്ന ആ യുദ്ധങ്ങളുടെ കാലം മഹാനായ സുൽത്താൻ സലാഹുദ്ദീനുൽ അയ്യൂബി റളിയല്ലാഹു അൻഹു ആദ്യം ചെയ്തത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഭദ്രതയെ കാത്തു സൂക്ഷിക്കുകയാണ്. ശ്രദ്ധിക്കണേ, ആഭ്യന്തരമായ ഒരു ഭദ്രത നമുക്കുണ്ടാകണം, സംഘടനാപരമായ ഒരു ഭദ്രത നമുക്കുണ്ടാകണം. ആ ഭദ്രതക്ക് കോട്ടം തട്ടുന്ന വിധത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ ശുദ്ധീകരിക്കുക തന്നെ ചെയ്യണം. അത്തരം ശുദ്ധീകരണങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടവർ ഇപ്പൊ പത്രസമ്മേളനം വിളിച്ച് സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്ന് പറയുന്നത് ഒരുതരം പരിഹാസ്യമാണ്. നമ്മുടെ ആഭ്യന്തരം വളരെ കർശനമായ നിലപാടുകളോടുകൂടെ ശ്രദ്ധിക്കണം. അത് ഒരു സംഘടനാ സംവിധാനമാകുമ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രം നിർവഹിക്കുന്നതല്ല. കേരളത്തിലുള്ള എല്ലാ സംഘടനകളും, ആ സംഘടനകൾക്ക് ഒരു പ്രവർത്തനത്തിനൊരു റൂട്ടുണ്ട്, നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് വിധേയമല്ലാതെ അവരുടെ ആദർശത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും നടത്തുമ്പോ സ്വാഭാവികമായും അവർ നടപടി സ്വീകരിക്കും. ആ നടപടി സ്വീകരിക്കുക എന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അതൊരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കലല്ല.
മറിച്ച് ആ സംഘടനയുടെ ഭദ്രതയെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ സംഘടനക്കകത്തിരുന്ന് ഇത്തരം വിഷലിപ്തമായ ആശയങ്ങളുമായി നുഴഞ്ഞുകയറാൻ ശ്രമിക്കുമ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അങ്ങനെയുള്ള ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അന്ന് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് കുരിശുപൂജകർ, കുരിശു യുദ്ധത്തിന്റെ ആളുകൾ ഇസ്ലാമിക രാജ്യത്തിനു നേരെയുള്ള വലിയ രൂപത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കോപ്പുകൂട്ടി നിൽക്കുമ്പോ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ആദ്യം നിർവഹിച്ചത് അന്നത്തെ ബിദഈകളായ ഷിയാക്കളെ നേരിടുകയും ആ ഷിയായിസത്തിന്റെ പിഴച്ച ആശയങ്ങളിൽ ജനങ്ങളെ പ്രബുദ്ധരാക്കുകയും ഷിയായിസത്തിന്റെ പിഴച്ച ആശയങ്ങളെ പഠിപ്പിച്ച് അവർക്കെതിരെ ശക്തമായ രൂപത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തീർത്ത് അവർക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കു ശേഷമാണ് ഈ ഇസ്ലാമിന്റെ ആഭ്യന്തരങ്ങളെ ശക്തമാക്കി ഇസ്ലാമിന്റെ അകത്തളത്തൊരു ഭദ്രത കൊണ്ടുവന്നതിന് ശേഷമാണ് ബാഹ്യമായ ശത്രുക്കൾക്കെതിരെ അതിശക്തമായ പ്രതിരോധ പ്രവർത്തനവുമായി രംഗത്ത് വന്ന് ഖുദ്സിന്റെ വിമോചകനായി മഹാനായ ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ നേതാവ് ഉണ്ടായത്. അതൊരു മാതൃകയാണ്. നമുക്ക് സമാനമായ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ പ്രതിസന്ധിയുടെ പേമാരികൾ പെയ്തിറങ്ങുന്ന ഘട്ടം. ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ, ലോകത്തെ മുഴുവൻ ആളുകളും, ലോക ജനങ്ങൾ മുഴുവൻ ഇനി മദീനയിൽ എന്തു സംഭവിക്കും, ഇനി പരിശുദ്ധ ഇസ്ലാമിന് എന്തു സംഭവിക്കുമെന്ന് ആശ്ചര്യത്തോടുകൂടെ കൗതുകത്തോടുകൂടെ ഉറ്റുനോക്കുകയാണ്. സ്വഹാബത്ത് ആശങ്കയിലാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയ പ്രതിസന്ധി നിറഞ്ഞ നിർണായക ഘട്ടമാണ്. ആ സമയത്ത് ആ അവസരത്തെ മുതലെടുത്തുകൊണ്ടാണ് മഹാനായ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ അവസരത്തെ മുതലെടുത്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇനി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞല്ലോ, ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്കെതിരെ ശക്തമായ യുദ്ധപ്രഖ്യാപനം നടത്തിയപ്പോഴാണ് സ്വഹാബത്തിനിടയിൽ ഒരു ചർച്ച ഉയർന്നു വരുന്നത്. ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയ ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനകത്തുള്ള ഈ ശത്രുക്കൾക്കെതിരെ പടപ്പുറപ്പാട് നടത്തിയാൽ അത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ, വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളെ ക്ഷണിച്ചു വരുത്തലാണ്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തൽക്കാലം അതിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടാൻ അവരെല്ലാവരും കൂടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് അയക്കുന്നുണ്ട്. വളരെ കോപിഷ്ഠനായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫഅഖദ ബിതലാബിബി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കോളറിനെ പിടിച്ചിട്ടാ പറഞ്ഞത്, അജബ്ബാറുൻ ഫിൽ ജാഹിലിയത്തി വഖവ്വാറുൻ ഫിൽ ഇസ്ലാം. പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് ഉമറേ, നിങ്ങൾ വലിയ ധീരനായിരുന്നല്ലോ. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ നിങ്ങൾക്ക് എന്തേ ഭീരുത്വം പിടിപെട്ടുവോ? ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരൊട്ടകത്തിന്റെ മൂക്കുകയറാണ് അവർ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ബൈത്തുൽ മാലിൽ അടച്ചിരുന്നതെങ്കിൽ വല്ലാഹി ഞാൻ അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി ഞാൻ അവരിൽ നിന്നത് പിടിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന് സാധാരണ നിലയിൽ ശാന്തനായ സൗമ്യഭാവനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനമാണത്. അപ്പൊ ബാഹ്യമായ ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിന്റെ മുമ്പ് ആന്തരികമായ പുഴുക്കുത്തുകൾക്കെതിരെ പടപൊരുതി. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പകൽ എന്റെ ആയുസ് മുഴുവൻ ചേർത്ത് വെച്ചാലും ശരി, ഈ ധീരോദാത്തമായ നിലപാട് സ്വീകരിച്ച ആ ഒരു പകൽ എന്റെ ആയുസ് മുഴുവൻ ചേർത്ത് വെച്ചാലും ആ പകലിനോളം എത്തുകയില്ല എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പാഠമാണ് നമുക്ക്. ആ ചരിത്രങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് പാഠം പഠിക്കാൻ കഴിയും. അതാണ് ചരിത്രം എന്നത്. വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ, ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ആ ചരിത്രം പഠിക്കുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് അതിൽ നിന്ന് പാഠങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആഭ്യന്തര പ്രശ്നങ്ങളും കലഹങ്ങളും സംഘടനകൾക്കകത്തുള്ളതുമൊക്കെ ഇന്നും ഇന്നലെയും പൊട്ടിമുളച്ചതല്ല. അത് കാലങ്ങളായി ഇസ്ലാമിനകത്ത് ചില അവാന്തര വിഭാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഖവാരിജിയത്ത് വന്നു, മുഅ്തസിലത്ത് വന്നു, ജബരിയത്തും ഖദരിയത്തും മുർജിഅത്തടക്കമുള്ള പല വിധത്തിലുള്ള വിഘടനവാദങ്ങളുമായി കടന്നു വന്നപ്പോഴൊക്കെ സ്വഹാബത്ത് അതിനെതിരെ പടപൊരുതിയിട്ടുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത്, ഖവാരിജിനെ കുറിച്ച് പറഞ്ഞത്, ശിറാറുൽ ഖൽഖി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരാണവർ എന്ന് ഖവാരിജിയത്തിനെ ചൂണ്ടി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്കിൽ അത്രമേൽ സ്വഹാബത്ത് ആദർശ വൈരികളോട് കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടാൻ, നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഈ പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും ഈ സുന്ദരമായ ആദർശത്തിൽ നിന്ന് പുറകോട്ട് വലിക്കാനും പല രൂപത്തിലും പല ഭാവത്തിലും പലരും പ്രത്യക്ഷപ്പെടുന്ന കാലത്താണ്.
അല്ലെ, അവരുടെ സംസാരം കേട്ടാൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതുപോലെ അൽസിനതുഹും അഹ്ലാമിന സുക്കരി വഖുലൂബുഹും ഖുലൂബുൽ ദിആബ്, അവരുടെ സംസാരം, അവരുടെ നാവുകൾ പഞ്ചസാരകളെക്കാൾ മധുരിതമായ സംസാരമായിരിക്കും. പക്ഷേ വഖുലൂബുഹും ഖുലൂബുൽ ദിആബ്, ചെന്നായകളുടെ ഹൃദയം പോലെ അവർ നമ്മുടെ ഈമാനിനെ കട്ടെടുക്കാൻ ആട്ടിന്റെ തോലണിഞ്ഞ ചെന്നായകളെ പോലെ കടന്നു വരും എന്ന് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധർമ്മങ്ങളും അപരിഷ്കൃതത്വങ്ങളും ആദർശവൽക്കരിക്കപ്പെടുകയും അതിന് പ്രത്യേകം സംഘടനകൾ ഉണ്ടാക്കി, തീർത്തും തിന്മകൾക്ക് വേണ്ടി സംഘടനകൾ ഉണ്ടാക്കി, അപരിഷ്കൃതമായ മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾക്ക് പോലും സംഘടനകൾ രൂപീകരിച്ച് പ്രസ്ഥാനവൽക്കരിച്ച് അതിനുവേണ്ടി നടുറോഡുകളിൽ സമരം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ, ഈ ഉമ്മത്തിന്റെ ഈമാൻ നഷ്ടപ്പെടാൻ ആവശ്യമായ ആയിരക്കണക്കിന് വാതിലുകൾ തുറന്നു വെക്കപ്പെടുമ്പോ അതിലേക്കൊന്നും പോകാതെ ഉമ്മത്തിന്റെ ഈമാനിനെ സംരക്ഷിക്കുക എന്ന വലിയ ചരിത്രപരമായ ദൗത്യമാണ്, ബാധ്യതയാണ് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിക്കുന്നത്. അള്ളാഹു ബഹുമാനിച്ചതിനോട് ആദരവുണ്ടാവുക എന്നത് ഖൽബിന്റെ തഖ്വയാണ്. എത്രത്തോളം വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് പതിഞ്ഞ ആ മണ്ണിനെ പോലും ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ദീനാണ്. എന്തേ ആ മണ്ണിന്റെ പ്രത്യേകത? അവിടെ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാന്റെ പദപങ്കജം പതിഞ്ഞു, കാലു പതിഞ്ഞു, അതിനെ ആദരിക്കണം. ഖിയാമത്ത് നാൾ വരെ വരുന്ന വിശ്വാസികളോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൽപ്പിച്ചത്, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ കൽപ്പിച്ചത്, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, സ്വഫയും മർവയും അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളാണ്, ആദരിക്കപ്പെടണം. ഹജ്ജിനും ഉംറക്കും പോകുമ്പോ ആ മണ്ണിനെ ആദരിക്കണം. എന്തേ കാരണം? മഹദിയായ ഹലീം, മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന്റെ പേരിൽ ആ മഹദിയുടെ കാലു പതിഞ്ഞ മണ്ണിനെ ഇലാ യൗമിൽ ഖിയാമ ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ദീനാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ. ആ ആദരവിനെ നഷ്ടപ്പെടുത്തി ആ മുൻഗാമികളോടുള്ള തഅദീമിനെ നഷ്ടപ്പെടുത്തുന്നവരാണ് ഇവിടെയുള്ള എല്ലാ പിഴച്ച കക്ഷികളും. അത് ഈമാൻ നഷ്ടപ്പെടുന്നതാണ്, തഖ്വ നഷ്ടപ്പെടുന്നതാണ്. തഖ്വ നഷ്ടപ്പെട്ടാൽ അവന്റെ അമലുകൾ കൊണ്ട് കാര്യമില്ല. ഈമാൻ പഴിച്ചു പോയിട്ട് എത്ര അമല് ചെയ്തിട്ട് എന്താ കാര്യം? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പഠിപ്പിച്ചത്, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അത്തിൻ സ്വലാത്തൻ വലാ സൗമൻ വലാ ഉംറത്തൻ വലാ സർഫൻ വലാ അദ്ല. ഒരു മുബ്തദിയിൽ നിന്ന് അവന്റെ നിസ്കാരം, അവന്റെ നോമ്പ്, അവന്റെ ഒരു സൽക്കർമ്മവും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബിൽ തഖ്വയില്ലാതെ പിന്നെ അല്ലാഹു സ്വീകരിക്കുകയില്ല അമലുകൾ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദരവില്ലാതെ പെരുമാറിയ ദുൽഖുവൈസിറത്തു തമീമി എന്ന് പറയുന്ന ആളെ കുറിച്ച് മുത്തുനബി എന്താ പറഞ്ഞത്? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അയാളുടെ വേഷവിധാനങ്ങളെ പറയുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വന്ന ആ ദുൽഖുവൈസിറത്തു തമീമി എന്ന ആ പിഴച്ച മനുഷ്യന്റെ രൂപഭാവങ്ങളെ പറയുന്നുണ്ട്. ഗായിറുൽ ഐനൈനി നാതിഉൽ ജബ്ഹത്തി കസ്സുൽ ലിഹ്യതി മഹ്ലൂഖുർ റഅസ്, രാത്രി ഇബാദത്ത് ചെയ്ത് ഉറക്കമൊഴിച്ചതിന്റെ പേരിൽ കണ്ണുകൾ കുടിഞ്ഞുപോയ രൂപം, നീട്ടി വളർത്തിയ താടി, തലമുണ്ടനം ചെയ്ത് തലമൊട്ടയടിച്ച നല്ല ഈമാൻ സ്ഫുരിക്കുന്ന മുഖവുമായി വന്നിട്ടാണ് മുത്തുനബിയോട് ആദരവില്ലാതെ പെരുമാറിയത്. ആ മനുഷ്യൻ അവിടുന്ന് തിരിച്ചുപോയപ്പോ മുത്തുനബി എന്താ പറഞ്ഞത്? ഇവൻ ഒറ്റക്കല്ല, ഫഇന്ന ലഹു അസ്ഹാബ്, അവന് പിൻഗാമികളുണ്ട്. എന്താണ് ആ പിൻഗാമികളുടെ പ്രത്യേകത? ആ പിൻഗാമികളെ കുറിച്ച് മുത്തുനബി പഠിപ്പിച്ചത് എന്താ? യുസല്ലൂന, ഒരു നിസ്കരിക്കണോലാണ്. നമുക്ക് വലിയ പാടാണ്. ഒരു പിഴച്ച വിഭാഗത്തെ പറയുമ്പോ എങ്ങനെ പറയണം? ഒരു നിസ്കരിക്കാത്തോലാന്ന് പറയണം. പക്ഷെ മുത്തുനബി പറഞ്ഞ എന്താ? യുസല്ലൂൻ, നിസ്കരിക്കണോലാണെന്ന് മാത്രമല്ല, അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരം നിസാരമായി തോന്നുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ നിസ്കാരക്കാരായിരിക്കും. വയഖറഊനൽ ഖുർആൻ, ഒരു ഖുർആൻ നന്നായിട്ട് ഓതുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നം പറഞ്ഞു മുത്തുനബി, ലാ യുജാവിസു തറാഖിയഹും, അവരുടെ തൊണ്ടക്കുടിയിൽ നിന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ആശയധാരങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങൂല. അതുകൊണ്ടാണ് ദുർവ്യാഖ്യാനം നടത്തുന്നത്. അത് ഖൽബിൽ കൊള്ളുന്നില്ല, ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോ മുഅ്ജിസത്തുകളൊന്നും ഇല്ലെങ്കിൽ ഖുർആൻ ഉഷാറായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥ വരുന്നത്. ലാ യുജാവിസു തറാഖിയഹും, അവരുടെ തൊണ്ടക്കുടിയിൽ നിന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ആശയധാരകൾ താഴേക്ക് ഇറങ്ങണില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നിട്ട് അവരെ കുറിച്ച് മുത്തുനബി എന്താ പറഞ്ഞത്? യംറുഖൂന മിനദ്ദീനി കമാ യംറുഖുസ്സഹ്മു മിനർ റമിയാ, വേട്ടമൃഗത്തിന്റെ ശരീരത്തിലേക്ക് അമ്പെയ്ത് അത് വേട്ടമൃഗത്തിന്റെ ശരീരത്തിൽ തുളച്ച് പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ അവർ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
അപ്പൊ വേഷഭൂഷാദികളല്ല, ഖൽബിൽ ആദരവുണ്ടാകണം. മുത്തുനബിയോട് അനാദരവോടുകൂടെ പെരുമാറിയപ്പോഴാ ഈ രൂപത്തിൽ മുത്തുനബി പഠിപ്പിച്ചത്. ഖുർആനും പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്. നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ മുത്തുനബിയോട് ഉച്ചത്തിൽ സംസാരിക്കരുത്. ഖുർആന്റെ പ്രഖ്യാപനം. ചെയ്താലോ അൻ തഹ്ബതു അഅമാലുക്കും, അമലൻ പൊളിഞ്ഞു പോകും. അൻതും ലാ തശ്ഉറു, നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആയതുകൊണ്ട് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന നമ്മുടെ ഈ സുദൃഢമായ ആശയം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ ഇവിടെ പ്രഘോഷണം ചെയ്യുന്നു, പ്രബോധനം ചെയ്യുന്നു. നമ്മൾ അതിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കണം. ഇത് കേവലം ഒരു സംഘടന മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നേർരൂപത്തെ പ്രഘോഷണം ചെയ്യുന്ന പ്രസ്ഥാനമാണ്. കേരളത്തിൽ ആയിരക്കണക്കിന് ജനാധിപത്യ സംഘടനകളെ പോലെയുള്ള ഒരു സംഘടനയല്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. തീർത്തും അനിവാര്യമായ ഘട്ടത്തിൽ ഈ ഉമ്മത്തിന്റെ ഈമാനിനു കാവൽ നിൽക്കണമെന്ന ഉജ്ജ്വലമായ നല്ല നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ വരക്കൽ തങ്ങളും പാങ്ങിൽ ഉസ്താദും അബ്ദുൽ ബാരി ഉസ്താദ് അടക്കമുള്ള മഹാപണ്ഡിതന്മാർ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ രൂപീകരിച്ചത്. ലോകം മുഴുവൻ തുർക്കി ഖിലാഫത്തിന്റെ കീഴിൽ നിൽക്കുമ്പോ ആ തുർക്കി ഖിലാഫത്ത് തകർന്നപ്പോ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിന് മാറ്റം സംഭവിക്കാതെ, കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിന് കോട്ടം തട്ടാതെ, ഒരു തള്ളക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ വെച്ച് സംരക്ഷിക്കുന്നത് പോലെ ഒരു വെല്ലുവിളിക്കും വിട്ടുകൊടുക്കാതെ, ഒരു പ്രതിസന്ധിക്കും വിട്ടുകൊടുക്കാതെ, ഒരു പ്രതിരോധത്തിനും വിട്ടുകൊടുക്കാതെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗത്തെ ഉമ്മത്തിന്റെ ഖൽബിൽ ഉറപ്പിച്ചു നിർത്തി സംരക്ഷിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. നമ്മൾ അതിന്റെ പ്രവർത്തകരാവുക, അതിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കുക. സമസ്ത എന്താണോ പറയുന്നത് അതിന്റെ പിന്നിൽ, ആ പണ്ഡിതന്മാരുടെ പിന്നിൽ, മഹാനായ സയ്യിദുൽ ഉലമയുടെ പിന്നിൽ, മഹാനായ ശൈഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദിന്റെ പിന്നിൽ, മഹാന്മാരായ നമ്മുടെ നേതാക്കളുടെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിന്നുകൊണ്ട് ഇത് നമ്മുടെ ഈമാനിന്റെ പ്രശ്നമാണ്, അതല്ലാതെ ഭൗതികമായ ആരോടെങ്കിലുമുള്ള പ്രശ്നമല്ല, സംഘടനാ പ്രശ്നങ്ങളല്ല, മറിച്ച് നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടുക എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ലക്ഷ്യം.